എല്ലാവർക്കും നമസ്കാരം. മനുഷ്യജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എപ്രകാരം സംഘർഷമില്ലാതെ സന്തോഷത്തോടുകൂടി സമർപ്പിക്കാൻ കഴിയും, ആ പഠനമാണ് ഗീതാശാസ്ത്രം നമുക്ക് നൽകുന്നത്. അതിലെ ധ്യാന ശ്ലോകം നമുക്ക് ഒന്ന് ശ്രവിക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഘർഷഭരിതമായ മനസ്സോടുകൂടി നിന്ന അർജുനന് സാക്ഷാൽ ലോകഗുരുവായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉപദേശിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. പുരാണമുനിയായിരിക്കുന്ന ആ നാരായണ അവതാരമായ വ്യാസഭഗവാനാൽ രചിക്കപ്പെട്ട ഇതിഹാസം മഹാഭാരതം, ആ മഹാഭാരതത്തിൻ്റെ രസമാണ് ഭഗവത്ഗീത. 18 അധ്യായങ്ങളോടുകൂടിയ അമൃതം വർഷിക്കുന്നതായിട്ടുള്ള ഭഗവതിയാണ് ഭഗവത്ഗീത. അങ്ങനെയുള്ള ഭഗവത്ഗീത ജഗദംബികയായി പ്രകാശിക്കുന്നു, അമ്മയായി പ്രകാശിക്കുന്നു. സംസാരനാശിനിയായിരിക്കുന്ന അമ്മേ, ശ്രീമദ് ഭഗവത്ഗീതയെ എപ്പോഴും ഞാൻ ആ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നു. എപ്പോഴും ഞാൻ ഗീതാ സ്വരൂപത്തെ, ഗീതാജ്ഞാനത്തെ അനുസന്ധാനം ചെയ്യുന്നു എന്ന ധ്യാന ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.